നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതായത് ഇന്ന് വീഡിയോസ് ഒന്നും ഇട്ടില്ല, മറ്റൊന്നുമല്ല, വയ്യ, പല്ല് വേദനയാണ്. പല്ല് വേദന കുറച്ച് നീരുണ്ട്, നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാം. കുറച്ച് നീരുണ്ട്, രാവിലെ നല്ല നീരുണ്ടായിരുന്നു, വാ തുറക്കാൻ പറ്റാത്തത്ര നീരായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വാ ഫുള്ളായിട്ട് തുറക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തിൽ നമുക്ക് ഇന്ന് കാര്യങ്ങൾ പറയാം. ഒരു വീഡിയോ എങ്കിലും ഇടണമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നാളെ ക്ലിയർ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോ എന്നുമ്പ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർ മറക്കണ്ട എന്ന് ഞാൻ പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് കയറട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ആൾമാറാട്ടം ടാസ്ക് അല്ലേ, അതായത് പരകായ പ്രവേശം എന്ന് പറഞ്ഞ ടാസ്കിൽ അടിപൊളിയായിട്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് പറയും അത് അർജുനായിരുന്നു. അത് അതിന് സൂപ്പറായിരുന്നു. അത് ഞാൻ അടിപൊളിയായിട്ട് നമ്മുടെ നോറയുടെ ക്യാരക്ടർ അർജുൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീസൺ 4 ഈ പറയുന്ന ആൾമാറാട്ടം ടാസ്കുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു ആർക്കും അത്ര. അതായത് നമ്മുടെ ആരാണ് റിയാസ് സലീം ചെയ്തതിന്റെ 7 അയലത്ത് പോലും ആർക്കും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു അവന്റെ ആ പറയുന്ന എന്താണ് ആ ഒരു ഫെമിനിൻ ടച്ച് ഉണ്ടല്ലോ പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ അവനത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം മറ്റാർക്കും അത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ബിഗ് ബോസ് ആണ് തീരുമാനമെടുത്തത് ആരുടെ ഈ ടാസ്ക് അല്ലെങ്കിൽ ആരെ അനുകരിക്കണം എന്നുള്ളത് ഇവിടെ തീരുമാനിച്ചത് ബിഗ് ബോസ് ആണ്. അത് ബിഗ് ബോസിന് നല്ലൊരു കളി ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട്. വളരെ നോർമലായിട്ട് ചിന്തിച്ചാൽ മാത്രം മതിയാവും. ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നീട് സ്കോർ ചെയ്യാൻ കഴിയുന്ന 2-3 വ്യക്തികൾ അതിനകത്തുണ്ട്. അതിൽ ഒന്ന് നോറയായിരുന്നു. നോറയുടെ ക്യാരക്ടർ ആർക്ക് കൂടുതലും കുറെ സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ നോറയുടെ കുറെ മാനറിസവും നോറയുടെ കുറെ കള്ളച്ചിലും കരച്ചിലും ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള എന്താണ് സംഭവങ്ങളുണ്ട്. അടുത്തതൊന്ന് ജാസ്മിൻ ആയിരുന്നു. ജാസ്മിന്റെ റോളും ഇതുപോലെ ഒരുപക്ഷെ നോറയെക്കാട്ടി കൂടുതൽ ജാസ്മിന്റെ മാനറിസങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു ജാസ്മിന്. പിന്നെ അടുത്തുള്ളത് ജിൻഡോയിലായിരുന്നു. ജിൻഡോയുടെയും ഒരുപാട് മാനറിസം കാണിക്കാൻ പറ്റുമായിരുന്നു. പിന്നെയുള്ള ആരാണ് നമ്മുടെ ഷിജോയുടെയും കാണിക്കാൻ. ഇത്രയും പേരെ കാണാൻ അവിടെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്. ഈ 4 പേരുടെ ക്യാരക്ടർ കിട്ടിയവർക്ക് ചാൻസസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇവിടെ ബിഗ് ബോസ് വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, ജാസ്മിന്റെ ക്യാരക്ടർ ആർക്കാ കൊടുത്തത്, ജിൻഡോയ്ക്ക് കൊടുത്തത്. നമുക്കറിയാം ജിൻഡും ബാക്കിയുള്ള എല്ലാ കളിയിലും ഈ പറയുന്ന ഫിസിക്കൽ ടാസ്ക് ആയിക്കോട്ടെ മറ്റുള്ള എല്ലാത്തിലും വളരെ മുന്നിട്ട് നിൽക്കുമെങ്കിലും ഇതുപോലുള്ള സംസാരിക്കുന്ന രീതിയിൽ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന എന്താണ് അനുകരണത്തിലേക്കൊക്കെ വരുമ്പോൾ ജിൻഡോ കൊണ്ട് പറ്റത്തില്ല. അത് മനഃപൂർവ്വം അവർ അറിഞ്ഞുകൊണ്ടാണ് ജാസ്മിന്റെ ക്യാരക്ടർ ജിൻഡോയ്ക്ക് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്കറിയാം ജിൻഡോയ്ക്ക് കൊടുത്താൽ ജിൻഡോ വലുതായിട്ടൊന്നും ചെയ്യില്ല, ജിൻഡോ അവിടെ അപ്പം ജാസ്മിൻ കൂടുതൽ നെഗറ്റീവ് ആവത്തില്ല എന്നുള്ളത് മനസ്സിലായോ. ജാസ്മിൻ എന്താവില്ല, കൂടുതൽ നെഗറ്റീവ് ആവത്തില്ല. അത് വളരെ കൃത്യമായിട്ട് അവർ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ ജാസ്മിന് സിജോയുടെ ക്യാരക്ടർ കൊടുത്തു. അപ്പൊ ജാസ്മിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്നറിയാം. ജാസ്മിൻ അവിടെ എന്ത് ചെയ്യും, ഒരു ഹൈപ്പ് ഉണ്ടാവൂല്ലേ. അതുപോലെ തന്നെ എന്താണ് നോറയുടെ ക്യാരക്ടർ ഈ പറയുന്ന അർജുൻ കൊടുത്തു. പക്ഷെ അർജുന് മറ്റാരുടെ ക്യാരക്ടർ കൊടുത്താലും ഇപ്പം നോറയുടെ ആയിക്കോട്ടെ ജാസ്മിന്റെ ആയിക്കോട്ടെ ഈ പറയുന്ന സിജോയുടെ ആയിക്കോട്ടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ജിൻഡോ ആരെടുത്താലും അർജുൻ ചെയ്യും. അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ജാൻമണിയുടെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തതാണ് അർജുൻ. അതുകൊണ്ട് നമുക്ക് ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് 1-2 പേരുടെ പേരുകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ജാസ്മിൻ ഈ പറയുന്ന ജാസ്മിന് ഒരിക്കൽ നോറയുടെയൊക്കെ പിന്നീട് ക്യാരക്ടർ ഈ പറയുന്ന ഇവൻ ചെയ്തതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് നമ്മുടെ അർജുൻ ചെയ്തതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ടാസ്കിൽ ഈ ടാസ്ക് കൊടുത്തതിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടറെ കൊടുത്തതിൽ അവരുടെ കളി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കളിയുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന്റെ ക്യാരക്ടർ സിജോയ്ക്ക് കൊടുത്തത് സൂപ്പറായിട്ട് സിജോ ചെയ്യുമായിരുന്നു. സിജോയ്ക്ക് ഈ പറയുന്ന കൊടുത്ത നമ്മുടെ ശ്രീധുവിന്റെ ക്യാരക്ടറാണ്. ശ്രീധുവിന്റെ ക്യാരക്ടർ ആയാലും അത്രയൊന്നും വലുതായിട്ട് നമുക്ക് അതിൽ ചെയ്യാനൊന്നുമില്ല. എങ്കിലും അവൾ നല്ല രീതിയിൽ അതിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ വരണം. ഇവിടെ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ആരൊക്കെ ചെയ്യുന്നത്, ഒന്ന് അർജുനായിരുന്നു ഏറ്റവും ടോപ്പായിട്ട് സൂപ്പറായിട്ട് നോറയെ വലിച്ചിരിക്കുന്നില്ല. നോറയുടെ മാനറിസം ഒക്കെ കാണിച്ചു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബിഗ് ബോസ് വരെ അതിനകത്ത് കളിച്ചു എന്നുള്ളതാണ്. ബിഗ് ബോസ് വരെ എന്താണ് നോറ എന്ന് പറയുന്നുണ്ട്, അവിടെ വന്ന് ഇരിക്കുന്നതും നോറ കരഞ്ഞുകൊണ്ട് ഓടുന്നതും പിന്നീട് ഒറ്റയ്ക്ക് ക്യാമറയെ നോക്കി സംസാരിക്കുന്നതും. എന്നിട്ട് എനിക്ക് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്ന കൂടിയുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ ചെന്ന് വിളിച്ചതിന് ശേഷം ബിഗ് ബോസും നോറയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് അർജുൻ അവിടെ കാണിച്ചു. സത്യം പറഞ്ഞാൽ അർജുൻ ഇത് കണ്ടു. കൺഫെഷൻ റൂമിലുള്ള ഈ പറയുന്ന സംഭാഷണങ്ങൾ അർജുൻ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇത് വീട്ടിന് വെളിയിലുള്ള സംഭാഷണങ്ങൾ അർജുന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അനുകരിച്ച് പറയാം. പക്ഷെ കൺഫെഷൻ റൂമിനകത്ത് നടന്നത് എങ്ങനെ അർജുൻ അറിയില്ല. പക്ഷെ കൺഫെഷൻ റൂമിൽ നോറ എങ്ങനെയാണോ ഈ പറയുന്ന ബിഗ് ബോസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ്
ഈ പറഞ്ഞ അർജുൻ അവിടെ റിയാക്ട് ചെയ്ത് പിന്നെ ഇന്ററാക്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ അർജുൻ സൂപ്പറായിട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്തത്? അഫ്കോഴ്സ് അത് ജാസ്മിൻ തന്നെയായിരുന്നു. കുറ്റങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ ജാസ്മിൻ ഈ പറയുന്ന സിജോയുടെ മാൻഡ്രസും നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സിജോയുടെ ഒരുമാതിരി നമ്മൾ ഈ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് അവരുടെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൂടുതൽ അവരെ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പം നമ്മൾ ജാസ്മിൻ ചെയ്ത പോലെ സിജോയുടെ മറ്റേ എന്താണ് കൊടുങ്കാറ്റ് കാറ്റത്തി എന്നുള്ള സാധനത്തിന് അതിനെ കൂടുതൽ എന്ത് ചെയ്തു, ട്രോളിക്കൊണ്ട് ആൾ ചെയ്തു. അങ്ങനെയാണ് ചെയ്യാനുള്ളത്, മനസ്സിലായി? അവര് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ട്രോളി ചെയ്യണം. അത് അർജുനും അങ്ങനെ തന്നെ ചെയ്തു. നോറയുടെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്തു, നോറ പറയുന്നതൊക്കെ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പക്ഷെ മറ്റുള്ളവരാരും അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ട് കണ്ടില്ല. അവന് മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല എന്നുള്ളതാണ്, മനസ്സിലായോ? പക്ഷെ ജിൻഡോയ്ക്ക് അത് ചെയ്യാമായിരുന്നു. ആ ജാസ്മിന്റെ ക്യാരക്ടർ മറ്റാർക്കെങ്കിലും അത് പറഞ്ഞ ഈ ഷിജോയ്ക്കോ ഈ പറയുന്ന അർജുനോ കിട്ടി നല്ല രീതിയിൽ നല്ലൊരു കണ്ടന്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ജാസ്മിൻ. ഒരുപാട് സംഭവങ്ങളുണ്ട്. അവളുടെ വൃത്തിയില്ലായ്മയും അവരുടെ ഈ ഓരോരുത്തർക്ക് കിടന്നിങ്ങനെ ഈ ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ആ മാൻഡ്രസം കാണിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഈ ടാസ്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുകയും അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. ആരാണോ ഈ ജാസ്മിന്റെ പിന്നെ ക്യാരക്ടർ എടുത്ത് സൂപ്പറായിട്ട് ചെയ്യുന്നത് അവർക്ക് നല്ല പ്രേക്ഷക പിന്തുണ കയറുകയും ചെയ്യും. നമുക്കറിയില്ല, റിയാസ് സലീം കഴിഞ്ഞ സീസൺ 4 ഈ ഒരൊറ്റ ടാസ്ക് കൊണ്ടാണ് അവന് പ്രേക്ഷക പിന്തുണ അത്രയും കയറിയത്. അപ്പം ബിഗ് ബോസ് അതിനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനോടൊപ്പം ജാസ്മിൻ ഡൗൺ ആവുകയും ചെയ്യും, ജാസ്മിന്റെ പ്രേക്ഷക പിന്തുണ കുറയുകയും ചെയ്യും, ജാസ്മിൻ കുറച്ച് നെഗറ്റീവ് ആവുകയും ചെയ്യും. അപ്പൊ ബിഗ് ബോസ് അവിടെ ആഗ്രഹിക്കുന്നില്ല എന്താണ് ജാസ്മിൻ ഡൗൺ ആവണോ എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം തന്നെയാണ് ജാസ്മിന്റെ പിന്നെ റോള് ആർക്ക് കൊടുത്തത്, ഈ പറഞ്ഞ ജിൻഡോയ്ക്ക് കൊടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ആരൊക്കെ നല്ല ചെയ്തത്, ഇപ്പൊ അർജുൻ നല്ലോണം ചെയ്തു, അതിനുശേഷം ചെയ്തത് ഈ പറയുന്ന ജാസ്മിൻ നല്ലോണം ചെയ്തു, പിന്നെ ഷിജോ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ ആരാ അവിടെ ചെയ്തത്, പിന്നെ നോറയുടെ കേസ് എടുത്തു പറയണം. എന്തൊക്കെയാണെങ്കിലും നോറയ്ക്ക് കിട്ടിയത് അഭിഷേകിന്റെ ക്യാരക്ടർ. പക്ഷെ അഭിഷേക് എങ്ങനെയാണോ ആ ബെഡിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ആ സോഫയിൽ കിടക്കുന്നത് അത് സൂപ്പറായിട്ട് അവൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ അവളുടെ കഴിവിന്റെ പരമാവധി അവൾ അതിൽ അഭിനയിച്ച് കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അവൻ കിടക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ കിടക്കുന്നത് സൂപ്പറായിരുന്നു കേട്ടോ. അത് ഒരു ചിലപ്പോൾ നോക്കുമ്പോൾ അവൻ തന്നെ ആണോ കിടക്കുന്നത് വെച്ചാൽ അതേ സ്റ്റൈൽ അവൻ കാല് വെക്കുന്നതും അവൾ ഇരിക്കുന്നതും എല്ലാം അതേ സ്റ്റൈൽ ഒപ്പിയെടുത്തുകൊണ്ട് ചെയ്തത് നല്ല രീതിയിൽ നോറ ചെയ്തിട്ടുണ്ട്. അപ്പൊ അർജുന്റെ കേസ് ഒരിക്കൽ കൂടി പറയാനുണ്ട്. അർജുൻ ഈ പറയുന്ന ടാസ്കിൽ മാത്രമാണ് ഈ മറ്റുള്ള കാര്യങ്ങൾ ടാസ്കിൽ മാത്രമേ അർജുൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ അർജുൻ ഒന്നും ഇതല്ല. അപ്പൊ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് അർജുൻ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അർജുൻ 2ാം പൊസിഷനിലേക്ക് ഇങ്ങനെ കുതിച്ച് കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോട്ടെ, അപ്പൊ ഇനി അടുത്ത് പറയാനുള്ളത് ഉർവശി നടിയായ ഉർവശി കടന്നു വരികയും അവരുടെ എന്തോ ഒരു പടത്തിന്റെ പേര് അതിനെക്കുറിച്ചുള്ള പ്രൊമോഷനായിരുന്നു. അത് കൂടുതലൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ സംസാരിച്ചു, എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിച്ച് ജാസ്മിനോട് പറയുന്നുണ്ട്. അതും എന്തൊരു ചുണ്ടില് ജാസ്മിൻ എനിക്ക് പറയണ കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് എനിക്ക് അങ്ങനെയാണോ പറഞ്ഞത്, ഇപ്പോൾ ലാസ്റ്റ് ഈ എപ്പിസോഡിൽ കണ്ടതാണ്. അതായത് കൂടുതൽ അഭിനയിക്കുന്നു, നമ്മുടെ യഥാർത്ഥ സ്വഭാവമാണ് കാണിക്കാനുള്ളത്, ഈ കൂടുതൽ എന്തൊക്കെ പറയുന്നതായിട്ട് തോന്നി. അതിന്റെ കൃത്യമായിട്ട് അർത്ഥം എനിക്ക് അങ്ങനെ മനസ്സിലായത്. അതായത് ചുണ്ടിൽ ചായം തേച്ചു കൊണ്ടുവരുന്ന അല്ലെ ലിപ്സ്റ്റിക് ഇടുന്നവർ അങ്ങനെ എന്തൊക്കെ ഒരു അർത്ഥത്തിൽ, അതായത് നീ ഇവിടെ ആക്ട് ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ തുറന്ന് കാണിച്ച പിന്നെ പ്രശ്നമില്ല, നീക്ക് ഒരുപാട് അഭിനയമാണ് അല്ലെങ്കിൽ ഒരുപാട് കള്ളം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിരിക്കും. കാരണം എനിക്ക് വയ്യാത്തതൊന്നും ഞങ്ങൾക്ക് എപ്പിസോഡോ ലൈവ് ഒന്നും കണ്ടില്ല. അവസാനം ഈ എപ്പിസോഡിൽ കുറച്ച് കണ്ട് ഒരു റിവ്യൂ ഇടണമെന്നല്ലോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ആ പറയുന്ന ആൾമാറാട്ടം ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഉർവശിയും പോയിരിക്കുന്നു. ഇനി നാളെ എന്തെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തവുമില്ല. നാളെ ഞാൻ ഇതുവരെയായിട്ടും ഇത് കണ്ടില്ല. പിന്നീട് പ്രൊമോ കണ്ടില്ല, പ്രൊമോ വന്നിട്ടുണ്ടാവും ഇതിനപ്പം. എന്തായാലും ഈ വീഡിയോ ഇട്ടതിന് ശേഷം പ്രൊമോ കണ്ടിട്ട് ആദ്യം പ്രൊമോയുടെ വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത് എന്തായാലും നിങ്ങളുടെ മുന്നിൽ. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് ഇനി നമുക്ക് ഇതിനൊരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ, മനസ്സിലായോ, ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ പിന്നെ ഓൾഡ് കണ്ടസ്റ്റന്റ് തിരിച്ചു വരണം. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവരുടെ അടുത്ത് ഒരു വെറുപ്പ് അല്ലെങ്കിൽ എനിക്കൊരു എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല 2 ടാസ്ക്, കോടതി ടാസ്ക്, ഫോൺ ബൂത്ത് ടാസ്ക്, ഈ 2 ടാസ്കിന് എന്തിനും ഇവർ അവോയ്ഡ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അതിന് കാരണം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടത് വരും. അപ്പൊ ആരെ ഫേവറിസം ആരെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കണം. എന്തായാലും ഇപ്പൊ എനിക്ക് വയ്യ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പല്ലിന്റെ വേദനയൊക്കെ മാറി നീരൊക്കെ കുറഞ്ഞ് നാളെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.